ശ്രീഗുരുഭ്യോ നമ. ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 2 സാഖ്യയോഗ ശ്ലോകം 65. പ്രസാദേ സർവദുഃഖാനാം ഹാനിരസ്യോപജായതേ പ്രസന്നചേതസോഖ്യാശു ബുദ്ധി പര്യവതിഷ്ഠതേ. പ്രസാദേ സർവദുഃഖാനാം ഹാനിഃ ഉപജായതേ പ്രസന്ന ചേതസഃ ഹി ആശു ബുദ്ധിഃ പര്യവതിഷ്ഠതേ. പ്രസാദേ സർവദുഃഖാനാം ഹാനിരസ്യോപജായതേ പ്രസന്ന ചേതസോഖ്യാശു ബുദ്ധി പര്യവതിഷ്ഠതേ. മനഃപ്രസാദം കൈവരുമ്പോൾ അയാളുടെ സകല ദുഃഖങ്ങൾക്കും നാശം സംഭവിക്കുന്നു. ദുഃഖം നശിച്ച് ചിത്തം പ്രസന്നമാകുമ്പോൾ ബുദ്ധി ഏകാഗ്രമായി പരമാത്മഭാവത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു. അതായത് കൃഷ്ണാവബോധത്തിൽ ഇപ്രകാരം തൃപ്തനായ ഒരാൾക്ക് ഭൗതികതയിലെ ആധ്യാത്മികം, ആദിഭൗതികം, ആദിദൈവീകം എന്നീ ത്രിവിധ ക്ലേശങ്ങൾ ഉണ്ടാകുന്നില്ല. സംതൃപ്തമായ ഈ അവബോധത്തിൽ അയാൾ സ്ഥിരപ്രതിഷ്ഠ നേടുന്നു. ശ്ലോകം 66. നാസ്തി ബുദ്ധിരയുക്തസ്യ ന ചായുക്തസ്യ ഭാവന ന ചാഭാവയതഃ ശാന്തിഃ അശാന്തസ്യ കുതഃ സുഖം. ന അസ്തി നാസ്തി ബുദ്ധിഃ അയുക്തസ്യ ന ച അയുക്തസ്യ ഭാവന ന ച അഭാവയതഃ ശാന്തിഃ അശാന്തസ്യ കുതഃ സുഖം. നാസ്തി ബുദ്ധിരയുക്തസ്യ ന ചായുക്തസ്യ ഭാവന ന ചാഭാവയതഃ ശാന്തിഃ അശാന്തസ്യ കുതഃ സുഖം. മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും നിയന്ത്രണാധീനമാക്കാൻ കഴിയാത്ത ഒരാളുടെ ബുദ്ധി ആത്മീയഭാവത്തിൽ ഉറച്ചു നിൽക്കുകയില്ല. അത്തരത്തിലുള്ള ഒരാൾക്ക് സർവാന്തര്യാമിയായ ആത്മാവിനെ ഭാവന ചെയ്യാൻ സാധിക്കുകയില്ല. ആത്മഭാവനയില്ലാത്തവന് മനഃശാന്തി ലഭിക്കുകയില്ല. മനഃശാന്തിയില്ലെങ്കിൽ പിന്നെ സുഖം എങ്ങനെ ഉണ്ടാകും? കൃഷ്ണാവബോധമില്ലാത്ത ഒരാൾക്ക് ശാന്തി കൈവരിക്കാൻ സാധ്യമല്ല. അയാൾ എപ്പോഴും അശാന്തനും ദുഃഖിതനുമായിരിക്കും. ശ്ലോകം 67. ഇന്ദ്രിയാണാം ഹി ചരതാം യന്മനോനുവിധീയതേ തദസ്യ ഹരതി പ്രജ്ഞാം വായുർനാവമിവാംഭസി. ഇന്ദ്രിയാണാം ഹി ചരതാം യന്മനഃ അനുവിധീയതേ തദസ്യ ഹരതി പ്രജ്ഞാം വായുഃ നാവം ഇവ അംഭസി. വായുർനാവമിവാംഭസി. ഇന്ദ്രിയാണാം ഹി ചരതാം യന്മനോനുവിധീയതേ തദസ്യ ഹരതി പ്രജ്ഞാം വായുർനാവമിവാംഭസി. വെള്ളത്തിലെ തോണിയെ കൊടുങ്കാറ്റെന്ന പോലെ ഇന്ദ്രിയ വിഷയങ്ങളുടെ പിന്നാലെ പോകുന്ന മനസ്സ് അയാളുടെ പ്രജ്ഞാശക്തിയെയും അപഹരിച്ചുകൊണ്ട് പോകുന്നു. വിഷയാസക്തി ഒന്നുമാത്രം മതി ഭക്തനെ ദിവ്യമായ പുരോഗതിയുടെ പാതയിൽ നിന്നും വ്യതിചലിപ്പിക്കുവാൻ. ശ്ലോകം 68. തസ്മാദ് യസ്യ മഹാബാഹോ നിഗൃഹീതാനി സർവശഃ ഇന്ദ്രിയാണി ഇന്ദ്രിയാർത്ഥേഭ്യഃ തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത. തസ്മാത്
യസ്യ മഹാബാഹോ നിഗൃഹീതാനി സർവശഃ ഇന്ദ്രിയാണി ഇന്ദ്രിയാർത്ഥേഭ്യഃ തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത. തസ്മാദ് യസ്യ മഹാബാഹോ നിഗൃഹീതാനി സർവശഃ ഇന്ദ്രിയാണി ഇന്ദ്രിയാർത്ഥേഭ്യഃ തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത. ഹേ മഹാബാഹോ, മഹാബാഹു എന്നാൽ കൈക്കരുത്തുള്ളവൻ. ആരാണോ തൻ്റെ ഇന്ദ്രിയങ്ങളെയെല്ലാം അതാത് വിഷയങ്ങളിൽ നിന്ന് പിൻവലിച്ച് തൻ്റെ നിയന്ത്രണത്തിലാക്കി വയ്ക്കുന്നത്, അയാളുടെ ബുദ്ധി ആത്മഭാവത്തിൽ ഉറച്ചു നിൽക്കുന്നു. ഹരി ഓം.